Hi friends, foodsofidukki പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും 3 ചേരുവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഷുഗർ ക്യാൻഡി റെസിപ്പിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു 1.5 കപ്പ് പഞ്ചസാരയിലൊക്കെ ചെയ്താലും മതി, അല്ലെങ്കിൽ ഒരു 1 കപ്പ് പഞ്ചസാര യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ 250 മില്ലി കപ്പിന് 2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം പഞ്ചസാര എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് പ്ലസ് 3 ടേബിൾ സ്പൂൺ. ഇനി ഇതൊന്ന് മെൽറ്റായി വരട്ടെ. തീ ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുത്ത് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം. അതുപോലെ ഈ പഞ്ചസാരയുടെ പാകം നമുക്കൊന്ന് നോക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ പഞ്ചസാര നന്നായിട്ടങ്ങ് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്, ചെറുനാരങ്ങ നീര്. അപ്പോഴത്തേക്ക് ഷുഗർ സിറപ്പ് നല്ല ക്ലിയർ ആയിട്ട് വരും. കുറച്ച് സമയം കൂടി ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇതിന് പാകമായിട്ടില്ല. കുറച്ച് സമയം ഇളക്കി കഴിയുമ്പോൾ കൈ കൊള്ളാതെ ഇതുപോലെ നോക്കുക. ഇതിപ്പോൾ ഒരു നൂൽ പരുവായിട്ടുണ്ട്. പക്ഷെ പൊട്ടിപ്പോകുന്ന ഒരു നൂലായിട്ടാണ് വരുന്നത്. പൊട്ടിപ്പോകാത്ത ഒരു നൂലായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൗളിൽ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ഡ്രോപ്പ് ഇതിലേക്ക് ഇറ്റിച്ച് കൊടുത്ത് നോക്കുക. അപ്പോൾ ഇത് വെള്ളത്തിലിങ്ങനെ നമുക്ക് ഒന്നിച്ചിങ്ങനെ എടുക്കാൻ പറ്റുന്നൊരു പരുവായിട്ടില്ല. വെള്ളത്തിൽ അലിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇത് പാകമായിട്ടില്ല. ഒരു 2-3 മിനിറ്റ് കൂടെ കഴിയണം ഇതിൻ്റെ പാകമാണെങ്കിൽ. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ പാകത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. തീ ഒരുപാട് കൂട്ടിയിട്ട് ഈ പഞ്ചസാര കരിഞ്ഞു പോകരുത്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ ഷുഗർ സിറപ്പിൽ തൊട്ട് നോക്കുന്ന സമയത്ത് കൈ പൊള്ളരുത്. ഈ ഷുഗർ സിറപ്പൊക്കെ കൊണ്ട് കൈ പൊള്ളിയാലോ നന്നായിട്ട് പൊള്ളും, നല്ല ആഴത്തിൽ പൊള്ളും. ഇടയ്ക്കിടയ്ക്ക് ഒരു 2 തുള്ളി ഇറ്റിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പാകം നോക്കിയെടുക്കണം. ആയി വരുന്നുണ്ട്. നമുക്കത് വെള്ളത്തിൽ നിന്ന് കൂട്ടി എടുക്കാനായിട്ട് പറ്റണം. ആ ഒരു പരുവത്തിൽ വരണം. നല്ല തുള്ളിയായിട്ട് വീഴുന്നൊരു പരുവായിട്ടുണ്ട്. നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പാകം കൃത്യമായിട്ട് മനസ്സിലാവാനാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പറയുന്നത്. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നമുക്കിതിപ്പോൾ കയ്യിലൊന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്കിതൊരു ബോളാക്കി ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ട്. ഓരോ സ്റ്റേജ് മാറി മാറി വരുന്നുണ്ട്. 2 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. നമ്മൾ വെള്ളത്തിലിട്ടിട്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം കൂടി സ്ട്രോങ് ആയിട്ട് കിട്ടണം. നമുക്കിതിലേക്ക് 2 തുള്ളി ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. റെഡ്, പിങ്ക് ഒക്കെ ആണെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു 2 തുള്ളി റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊക്കെ ഇളക്കി യോജിപ്പിക്കും. ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം. നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ഇങ്ങനെ പ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നൊരു പാകം. എന്നാൽ അങ്ങ് വല്ലാണ്ട് അലുത്ത് പോകത്തുമില്ല. ഇതാണ് അതിൻ്റെ പാകം. അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഒരു ബോളായി എടുത്ത് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് അലുത്ത് പോകരുത്. ആ ഒരു പരുവമാകുമ്പോൾ നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. വല്ലാണ്ട് അങ്ങ് ഹാർഡായി പോവുകയും ചെയ്യരുത്. അതാണ് നമ്മളിത് ഷേപ്പാക്കി വലിച്ച് എടുക്കുമ്പോൾ അത് വലിഞ്ഞു കിട്ടത്തുള്ളൂ. ഇനി ഈ തയ്യാറായ ഷുഗർ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വലിയ അടപ്പ് പാത്രമോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുണ്ടോ, ഇതാണ് പാകം. നമ്മളൊന്ന് പതിയെ വലിച്ചേക്ക് ഒന്ന് നോക്കുക. കണ്ടോ, ഇങ്ങനൊരു പാകത്തിൽ വരണം. ആ ഒരു പാകത്തിലെത്തിയ ഷുഗർ സിറപ്പ് ഈ എണ്ണ തടവി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഒഴിക്കുകയാണ്. കുറച്ച് തണുക്കട്ടെ. ഇത്രയും ചൂടിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിങ്ങനെ സെറ്റാവാൻ അനുവദിക്കരുത്. നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മൾ കൂട്ടി സൈഡിൽ എത്തിച്ചിട്ടുണ്ട്. കൈ കൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടാവുമ്പോൾ നമുക്കിത് ഷേപ്പാക്കി എടുക്കണം. അത്യാവശ്യം നല്ല ചൂടുണ്ട്. നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടാകുമ്പോൾ ഇതുപോലെ എടുക്കുക. ശേഷം ഇതിങ്ങനെ വലിക്കുക. ഇതാദ്യമേ കയ്യിലൊന്ന് ഒട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ചൂട് കുറഞ്ഞ് വരും തോറും കയ്യിൽ ഒട്ടത്തില്ല. പിന്നെ ഞാൻ കയ്യിലൊരു അല്പം ഓയിൽ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. വണ്ണം കൂടിയ സ്ഥലം വീണ്ടും തിരിച്ചു പിടിച്ചിട്ട് ഇതുപോലെ വലിക്കാം. ഞാനിത് ഈ ട്രേയിലേയും കൂടെ ഒന്നുകൂടെ ചൂടാക്കിയതിന് ശേഷം ഫുള്ളായിട്ട് എടുത്ത് വീണ്ടും തയ്യാറാക്കി എടുക്കും. കുറച്ച് സമയം ഇങ്ങനെ വലിച്ചു കൊടുക്കണം. നമ്മളിങ്ങനെ വലിക്കുന്ന വഴിക്ക് ഇത് മുറിഞ്ഞു പോവാതെ അങ്ങ് വലിച്ചെടുക്കുക. ഇതിങ്ങനെ വലിക്കുന്ന വഴിക്ക് മുറിഞ്ഞു പോകരുത്. നമ്മൾ സോനപ്പപ്പടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിൽ. ഇപ്പോഴും ഇതിന് ചെറിയ ചൂടുണ്ട്. ചൂടിന് തന്നെ ഇതിങ്ങനെ പിടിക്കണം. എന്നാലാണത് നന്നായിട്ട് കിട്ടുള്ളൂ. നമ്മളിങ്ങനെ തുണിയൊക്കെ പിഴിയുന്ന പോലെ ഇങ്ങനെ പിരിച്ച് എടുക്കാം. അപ്പോഴും മുറിഞ്ഞു പോകരുത്. അതിങ്ങനെ ഒന്നിച്ച് പിടിച്ച് കൂടുതൽ ലെയറാക്കി എടുക്കാം.
ഇങ്ങനെ കുറച്ച് സമയം ഞാൻ ഇങ്ങനെ വലിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് 2-3 മിനിറ്റായി ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഇത് കൂടുതൽ ലെയറായിട്ട് വരുന്നുണ്ട്. കുറേ വലിച്ച് നീട്ടി എടുത്തിട്ടുണ്ട്. ഇത് എത്ര വേണേലും വലിഞ്ഞു വരും. നമുക്കിത് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ ക്യാൻഡി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം അത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ, ബൈ.